ആദ്യത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. അപ്പം അതിൽ വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു ഓർഗാനിസം, അത് ഏത് വേണേൽ ആയിക്കോട്ടെ, മനുഷ്യനാണെങ്കിലും ഏത് മൃഗമാണെങ്കിലും അവരുടെ പാരൻസ് ആരാണോ അതേപോലെ കുറച്ച് സാമ്യങ്ങളും കുറച്ച് വ്യത്യാസങ്ങളും പാരൻസും കുട്ടികളും തമ്മിലുണ്ടാവും. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഈ വ്യത്യാസം നമ്മൾ എന്താണ് പറയുന്നത്, അതേപോലെ കാണാൻ ഒരേപോലെ ഉണ്ടാവും, അതിനെന്താ പ്രത്യേകതയ്ക്ക് എന്താ നമ്മൾ പറയുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ലയണസ്, പിന്നെ അവളുടെ കബ്സും അല്ലേ, പിന്നെ ക്യാറ്റും കിറ്റനും ഡോഗും പപ്പീസും എല്ലാം ഇവിടെ ഇരിക്കുന്ന കാണാം. ഇപ്പോൾ ചിലത് കണ്ടാൽ നമുക്കത് തിരിച്ചറിയാം. ഇപ്പം ഒരിക്കലും ലയണസിൻ്റെ കൂടെ വേറെ ഡിയറിൻ്റെ കുട്ടികളുണ്ടാവില്ല അല്ലേ, അങ്ങനെയല്ലേ. അപ്പം പാരൻസും കുട്ടികൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആ തിരിച്ചറിയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് അതേപോലെ ഒരു ജനറേഷന് അടുത്ത ജനറേഷനിൽ കൈമാറി പോകുന്നത്, കളേഴ്സ് എങ്ങനെയാണ് ചിലപ്പം സെയിമായി വരുന്നത്, എങ്ങനെയാണ് ആ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്, അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരൻസ് ആർ ഓൾസോ ഫൗണ്ട് ഇൻ ദെയർ ചിൽഡ്രൻ അല്ലേ. പാരൻസിൻ്റെ കുറച്ച് ഗുണങ്ങൾ നമുക്ക് അവരുടെ കുട്ടികളിലും കാണാം. പക്ഷേ കുട്ടികളിൽ മാത്രം വേറെ ചില പ്രത്യേകതകളുണ്ടാവും പാരൻസിനില്ലാത്തത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലേ, അതിൻ്റെ കാരണം നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ഈ ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ഹെറിഡിറ്റി? ഈ ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അതിൻ്റെ പാരമ്പര്യം എന്ന് പറയും അല്ലേ, പാരമ്പര്യം. വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ ശരിക്കും വരുന്ന വ്യത്യാസങ്ങൾ. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞു പാരൻസും കുട്ടികളും തമ്മിലുള്ള സാമ്യത ഉണ്ടാവും അല്ലേ, ചിലപ്പോൾ ഹെയറിൻ്റെ കളറോ ഒയരോ സൗണ്ടോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം ചില പ്രത്യേകതകൾ ഒരു ജനറേഷൻ അടുത്ത ജനറേഷൻ ഇങ്ങനെ കൈമാറിക്കൊണ്ട് പോകുന്നുണ്ടാവും അല്ലേ. പിന്നെ പുതിയ ജനറേഷനിൽ പഴയ ജനറേഷനിൽ കാണാത്ത ചില ഗുണങ്ങളുണ്ടാവും, പക്ഷെ പിന്നെ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും പുതിയ പ്രത്യേകതകൾ വന്നിട്ടുണ്ടാവും. അതാണ് നമ്മൾ വേരിയേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം അതിനെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാരൻറ്റിൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ ഓഫ് സ്പ്രിങ് എന്ന മക്കൾ, ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു പാരൻറ്റിൻ്റെ അടുത്തുനിന്ന് അതിൻ്റെ കുട്ടികളിലേക്ക് ചില പ്രത്യേകതകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹെറിഡിറ്റി എന്ന് പറയുന്നത്. ഹെറിഡിറ്റി എന്താണ്, റെഫേഴ്സ് ടു ദ ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആ പ്രത്യേകതകളാണ്, ഹെയർ കളർ, ഹൈറ്റ്, സ്കിന്നിൻ്റെ കളർ, അതാണ് പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് ഒരു ജനറേഷൻ ഫാദറിനോ മദറിൻ്റെ അടുത്തുനിന്നും നേരെ എങ്ങോട്ടേക്കാണ് കൈമാറുന്നത്, അവരുടെ കുട്ടികളിലേക്ക്. അതാണ് നമ്മൾ ഈ ടൈഗറിൻ്റെയൊക്കെ കണ്ടത് അല്ലേ, അതിൻ്റെ ബോഡീൻ്റെ ഷേപ്പും കാരണമൊക്കെ സെയിമാണ്, ഫാദറിൻ്റെ മദറിൻ്റെ അതേപോലെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താ, വേരിയേഷൻ. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ചില പ്രത്യേകതകൾ, കളറോ ഹൈറ്റോ അങ്ങനത്തെ പ്രത്യേകതകൾ കുട്ടികളെ അവരുടെ പാരൻസിന് വ്യത്യസ്തമായിട്ട് നിർത്തുന്നുണ്ട്. അതാണ് വേരിയേഷൻസ്. വേരിയേഷൻസ് ആർ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ ഓഫ് സ്പ്രിങ് ദാറ്റ് ഡിഫർ ഫ്രം ദെയർ പാരൻസ്. അപ്പോൾ പാരൻസിന് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് കുട്ടികളിൽ കാണുകയാണെങ്കിൽ ആ പ്രത്യേകതയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് വേരിയേഷൻസ്, മാറ്റങ്ങൾ. ഓക്കെ, അപ്പം എന്താണ് ഈ വ്യത്യാസങ്ങൾക്കും അതേപോലെ സാമ്യതയ്ക്കും കാരണം? അതിനാണ് നമ്മൾ ജീൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിന് മുന്നേ പഠിച്ച കാര്യങ്ങൾ. അപ്പം ക്രോമസോമിൻ്റെ മുകളിലെ ജീൻസാണ് ഇതിന് കാരണക്കാർ. അപ്പോൾ പാരൻസിൽ നിന്ന് കിട്ടുന്ന ആ ജീൻസും അതിൽ ചിലപ്പം കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും അതാണ് കുട്ടികളിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം അതിനെ പറ്റിയൊക്കെ പഠനം നടത്തിയ വലിയൊരു ഒരു ഫാദർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മോങ്ക് ഉണ്ടായിരുന്നു, ഓസ്ട്രിയൻ മോങ്ക്, ഗ്രെഗർ മെൻഡൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പല എക്സ്പീരിമെൻസും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും ആണ് നമ്മൾ ഇനി വരുന്ന ഭാഗത്ത് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഹെറിഡിറ്റി, വേരിയേഷൻസ് ഇന്ന് നമ്മൾ ആ വിളിക്കുന്ന അതിൻ്റെ പ്രത്യേകതയ്ക്ക് വിളിക്കുന്ന കാരണം ജീൻസ് എന്നാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഈ ഗ്രെഗർ മെൻഡൽ എക്സ്പീരിമെൻസ് ഒക്കെ നടത്തുമ്പോൾ ജീൻ എന്ന് പറയുന്ന വാക്കൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അല്ലേ, എന്താ സംഭവം ആർക്കും അറിയില്ലായിരുന്നു. ഓക്കെ, പിന്നെയാണ് ബയോളജീൻ്റെ വേറൊരു വിഭാഗം വന്നത്. എന്താണത്, ജെനറ്റിക്സ്. ഈ ഹെറിഡിറ്റിക്കും വേരിയേഷനും പറ്റി മനസ്സിലാക്കി അതിനെ പറ്റി റിസർച്ചൊക്കെ ചെയ്ത് അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ബയോളജിയിലത്തെ വിഭാഗമാണ്, ഒരു പാർട്ടാണ് എന്ത്, ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, അതിനാണ് നമ്മൾ എന്താണ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം അതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്, ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ജീൻസ്,
ഗ്രെഗർ മെൻഡൽ സമയത്ത് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഹെറിഡിറ്റി വേരിയേഷനെ പറ്റിയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ജീൻസ് എന്ന് പറയുന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തിനൊക്കെ ശേഷമാണ് പിന്നെ ഈ ജീൻസ് എന്താണെന്നും അവരാണ് ഇതിന് കാരണക്കാരെന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുവരെ ഗ്രെഗർ മെൻഡൽ ജീൻ എന്ന് പറയുന്ന വാക്കേ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, അതിന് ട്രേറ്റ്സ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. നമ്മളിപ്പം മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്കറിയാം എന്താ ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജെനറ്റിക്സ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഇപ്പോൾ ജീൻസിനെയും ഹെറിഡിറ്റിയും വേരിയേഷനും പറ്റി പഠിക്കുന്ന ഒരു സയൻസിൻ്റെ വിഭാഗമാണിത് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പയറുവർഗ്ഗം അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പയറുവർഗ്ഗങ്ങളുണ്ട്. അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ കളർ കണ്ടോ, വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. അങ്ങനത്തെ പലതരത്തിലുള്ള പൂക്കളുള്ള പയറുവർഗ്ഗത്തിൽപ്പെട്ട ബീൻസോ അതേപോലെ നമ്മളുടെ കുറ്റിപ്പയറോ അതിൻ്റെയൊക്കെ പൂക്കളുടെ കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഇതേ പയറുവർഗ്ഗത്തിൻ്റെ ഡിഫറെൻറ്റ് സീഡ്സ്, ഷേപ്പ് കണ്ടോ, പലതിനും പല ഷേപ്പാണ്, പല നിറമാണ്, പല വലുപ്പമാണ്, കണ്ടില്ലേ. അപ്പം അതിൻ്റെ വെറൈറ്റി തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ. വ്യത്യസ്ത ടൈപ്പ് പീ സീഡ്സ് ഉണ്ട്, പീസ് ഉണ്ട്, അതിൻ്റെ ഫ്ലവേഴ്സും ഉണ്ട് അല്ലേ. കുറേ ടൈപ്പ്, ഇഷ്ടംമാതിരി ടൈപ്പ് ഉണ്ട്. പിന്നെ ഈ പീസ് പൈസം സെറ്റായും എന്നാണ് അതിൻ്റെ ബയോളജിക്കൽ നെയിം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ജെർമിനേറ്റ് ചെയ്ത് ഇതിൻ്റെ ഫ്ലവേഴ്സ് ചെടിയായി, ഫ്ലവേഴ്സ് ഉണ്ടായി, സീഡ് ഉണ്ടായി, അങ്ങനെ പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു ചെടിയാണ് ഈ പൈസം സെറ്റായും അല്ലെങ്കിൽ പയറുവർഗ്ഗം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എക്സ്പീരിമെൻറ്റ്സ് ഗ്രെഗർ മെൻഡൽ നടത്തിയത് ഈ പയറുവർഗ്ഗത്തിൽപ്പെട്ട് ഇതിൻ്റെ പല പ്രത്യേകതകൾ നോക്കിയിട്ടാണ്. ഇവിടെ ചിലപ്പോൾ റൗണ്ട് സീഡ്സ് ഉണ്ടാവും, റിങ്കിൾഡ് സീഡ്, ചുരുങ്ങിയ സീഡ്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ഫ്ലവർ കളേഴ്സ് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല ഇവരിൽ കുള്ളം വെറൈറ്റി ഉണ്ട്, നല്ല നീളം വെക്കുന്ന വെറൈറ്റി ഉണ്ട് ചെടികൾ. അപ്പോൾ അങ്ങനെയൊക്കെ പല കാണാൻ നമുക്ക് ഇത് കണ്ടാൽ തന്നെ നമുക്ക് പല വെറൈറ്റിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പല വെറൈറ്റിയുള്ള ഈ ചെടി ആയതുകൊണ്ട് ഗ്രെഗർ മെൻഡൽ സെലക്ട് ചെയ്തിട്ട് ഈ പയറുവർഗ്ഗത്തിനെയാണ്. പെട്ടെന്ന് റിസൾട്ടും കിട്ടും, കണ്ടാൽ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഗ്രെഗർ മെൻഡൽ എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പഠനത്തിനായി യൂസ് ചെയ്തത് ഈ പയറുവർഗ്ഗത്തിൽപ്പെട്ട 2 വെറൈറ്റിയാണ് ആദ്യം സെലക്ട് ചെയ്തത്. നോക്കാം. ഇതാണ് ഗ്രെഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന ആ ഒരു ഓസ്ട്രിയൻ മോങ്ക്, പള്ളിയിലച്ചനായിരുന്നു. ഓക്കെ, അപ്പം അദ്ദേഹം നടത്തിയത് എന്തിൻ്റെ മുകളിലാണ്, പീ പ്ലാന്റ്സ്, പൈസം സെറ്റായിവം. അങ്ങനെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ രീതിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സങ്കരയിനങ്ങൾ എന്നൊക്കെ പറയും അല്ലേ. നോർമലി പ്രകൃതിയിൽ ഉണ്ടാവാത്ത ടൈപ്പാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ഹ്യൂമൻസ് ആണ് അങ്ങനെ പുതിയൊരു വെറൈറ്റി ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈബ്രിഡൈസേഷൻ അദ്ദേഹം നടത്തി, അയാളുടെ എന്തൊക്കെയാണ് റിസൾട്ട് കിട്ടിയത്, അങ്ങനെ അദ്ദേഹം പല പല തിയറീസും ഇതിന് മുകളിൽ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കി. എന്നിട്ട് ലോകത്തിനോട് പറഞ്ഞു കൊടുത്തു, ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിൽ എന്തോ ഒരു പ്രത്യേകത കടന്നു പോകുന്നുണ്ട്, എന്തോ ഒരു ഫാക്ടർ എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചത്. സം ഫാക്ടേഴ്സ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് എന്തോ ഒരു ഫാക്ടർ കടന്നു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഹെറിഡിറ്റി അതേപോലെ വേരിയേഷൻ, സാമ്യത ഉണ്ടാകുന്നുണ്ട്, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പം അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു അടിസ്ഥാന ബേസിക് കിട്ടിയതുകൊണ്ട് ഗ്രെഗർ മെൻഡലിനെ നമ്മൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയും. ഓക്കെ, ഹൂസ് നോൺ ആസ് ഫാദർ ഓഫ് ജെനറ്റിക്സ് ഗ്രെഗർ ജൊഹാൻ മെൻഡൽ. അദ്ദേഹമാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു സയൻസിൻ്റെ അല്ലെങ്കിൽ ബയോളജിൻ്റെ ഒരു വിഭാഗം അദ്ദേഹത്തിന് ശേഷമാണ് ഉണ്ടായത്. ഓക്കെ, അപ്പം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് അദ്ദേഹം തുടങ്ങിയത് എന്തിൻ്റെ മുകളിലാണ്, പീ വെറൈറ്റീസിൻ്റെ മുകളിലാണ്, പീ പ്ലാന്റിൻ്റെ മുകളിലാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ മൊണാസ്ട്രി, പള്ളിയച്ചന്മാരൊക്കെ താമസിക്കുന്ന മൊണാസ്ട്രി. അങ്ങനെ അദ്ദേഹം എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് നോക്കിയത്, ഫ്ലവറിൻ്റെ കളർ, അതിൻ്റെ സീഡിൻ്റെ ഷേപ്പ് വരുന്നുണ്ട്, അങ്ങനത്തെ പല ഇതും, അതിൻ്റെ ഹൈറ്റ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് ഈ പല തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്തത്. അപ്പം നമുക്കറിയാം ഏതൊരു ഹ്യൂമൻ ബീങ്സ് ആണെങ്കിലും ആനിമൽ ആണെങ്കിലും ആ ഉണ്ടാവുന്ന കുട്ടിക്ക് അച്ഛൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടാവും, അമ്മേൻ്റെ ഭാഗത്തുള്ള ഒരു ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ഇവർ 2 പേരുടെയും ക്യാരക്ടർ കൂടിയതായിരിക്കും ആ കുട്ടി അല്ലേ. 2 ഭാഗത്ത് നമുക്ക് പ്രത്യേകതകൾ കിട്ടും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് കൺട്രോൾ ഈച്ച് ക്യാരക്ടേഴ്സ്. ഒന്ന് ഫാദറിൽ നിന്ന് കിട്ടുന്നതും ഒന്ന്
മദറിന് കിട്ടുന്നത്, അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതും അമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ ഓരോരുത്തരുടെയും ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളിപ്പോൾ നടത്താൻ പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നമ്മൾ നോക്കുമ്പം അവിടെ ഒക്കെ 2 ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫാക്ടേഴ്സിനെ കാണിക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞ ഈ ഫാക്ടർ ഇന്ന് നമ്മൾ അറിയുന്ന ജീൻസ് ആണെന്നത്. ഓക്കെ, ജീൻസ് ആണ് ആ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ ജീൻസിനകത്താണ് ഈ പ്രത്യേകതകളൊക്കെ ഉള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ പഠിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് ഇതൊന്നും അറിയില്ലായിരുന്നു, അല്ലെ? ആർക്കും അറിയില്ല ഇങ്ങനെ ജീൻസ് എന്ന സാധനം ഉണ്ടെന്നും ആർക്കും അറിയില്ല. അപ്പം ഗ്രെഗർ മെൻഡൽസ് എന്താ ചെയ്ത്, അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻസ് പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനമായി എന്തൊക്കെയാണോ കണ്ടുപിടിച്ചത് അത് അദ്ദേഹം ഒരു ലോൻ്റെ പേരിൽ ഫോർമാറ്റ് ചെയ്തു. അതാണ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ എന്താ, നമ്മളുടെ മുമ്പേയുള്ള ജനറേഷൻ അടുത്ത് നമുക്ക് ഇങ്ങോട്ട് കൈമാറി വന്ന പല പ്രത്യേകതകളാണ്. അതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതേപോലെ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് ആ ഗുണങ്ങൾ കൈമാറി കിട്ടുക. അതാണ് ഇൻഹെറിറ്റൻസ്. ലോ ഓഫ് ഇൻഹെറിറ്റൻസിലാണ് അദ്ദേഹം നടത്തിയ ആ റിസൾട്ടൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുള്ളത്. ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ലോ ആയിട്ടാണ് അത് ഉള്ളത്. ഓക്കെ, ഇനി അദ്ദേഹം നടത്തിയ എക്സ്പീരിമെൻ്റ് എന്താ നോക്കാം. അപ്പം അദ്ദേഹം ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ ഒരേ ഒരു ക്യാരക്ടർ മാത്രം, അല്ലേ? അദ്ദേഹം നോക്കിയത് എന്താ വെച്ചാൽ ഒരു ചെടീൻ്റെ ഹൈറ്റിൻ്റെ ബേസ് ചെയ്തിട്ട്, ഹൈറ്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. ഹൈറ്റ് നമുക്കറിയാം, ഹൈറ്റിനനുസരിച്ച് നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിന് നമ്മൾ 2ആയിട്ട്, ലിവിങ് തിങ്ങോ എന്ത് വേണമായിക്കോട്ടെ, ഒന്ന് നമ്മൾ എന്ത് പറയും, ടോൾ നീളമുള്ളത്, മറ്റേത് ഹൈറ്റ് എന്താ, നീളമില്ലാത്തത്. അത് നമ്മൾ ഡ്വാർഫ് എന്നാണ് പറയാം. ടോൾ ഷോർട്ടിൻ്റെ പകരം നമ്മൾ ടോൾ ആൻഡ് ഡ്വാർഫ് എന്ന് പറയും, അല്ലേ? ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമലിൻ്റെ കേസിൽ ഡ്വാർഫ് എന്നാണ് പറയാം. അപ്പോൾ അദ്ദേഹം ആദ്യം നോക്കിയത് എന്താ വെച്ചാൽ ഒരു ക്യാരക്ടർ മാത്രം, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രം അദ്ദേഹം ശ്രദ്ധിച്ചു. അതിൽ നമുക്കറിയാം ടോൾ ഉണ്ടാവും, ഡ്വാർഫ് ഉണ്ടാവും. ഈ മീഡിയം എന്ന് പറഞ്ഞ സാധനം പ്രകൃതിയിൽ എക്സിസ്റ്റ് ചെയ്യൂല. പക്ഷേ മനുഷ്യന്മാർ ഈ ടോളിനെ ഡ്വാർഫിനെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാവുന്നതാണ് മീഡിയം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ പ്രകൃതിയിൽ പ്ലാന്റ്സിൻ്റെ കേസിൽ ടോളും ഡ്വാർഫും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മെൻഡൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം 2 പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളെടുത്ത്, ഒന്ന് നല്ല നീളത്തിൽ പറയുന്ന ടോൾ വെറൈറ്റി, അതേപോലെ ഒന്ന് ഹൈറ്റ് ഒന്നും ഇല്ലാത്ത കുറച്ച് ഡ്വാർഫായിട്ടുള്ള ഒരു വെറൈറ്റി. ഇത് രണ്ടിനടുത്തിന് എന്ത് ചെയ്ത് അദ്ദേഹം ക്രോസ് ചെയ്ത്. ക്രോസ് ചെയ്യാൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്കറിയാം പോളിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സൊക്കെ നടക്കണം, എന്നാൽ മാത്രമേ സീഡ് ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പം പരാഗണം എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ചെയ്തെന്താ വെച്ചാൽ അദ്ദേഹം ടോൾ എന്ന് പറയുന്ന ആ പ്ലാന്റിനെ 2 ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ ഒരു പെയറാണ് ഉണ്ടാവുക എന്നുള്ളത്. ഒന്ന് ആ ചെടീൻ്റെ ഫാദറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നു, അതിൻ്റെ മദറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്. പിന്നെ ഡ്വാർഫിന് അദ്ദേഹം എന്ത് ചെയ്ത്, സ്മോൾ ലെറ്റർ ടി ആണ് ഡ്വാർഫിനെ കൊടുത്തത്. ഇപ്പോൾ ടോളിനെ ക്യാപിറ്റൽ കൊടുക്കുകയാണെങ്കിൽ ഡ്വാർഫിന് അതെന്ത് ചെയ്ത് സ്മോൾ ലെറ്റേഴ്സ് ടി ആൻഡ് ടി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പുറമേ കാണുന്ന പ്രത്യേകതയാണ്, അല്ലേ? പുറമേ നമുക്ക് കാണുന്നത് ഒന്ന് ഹൈറ്റ് ഉള്ളത്, ഹൈറ്റ് കുറഞ്ഞത്, അല്ലേ? അതിനെ ജനറ്റിക്കായിട്ട് അദ്ദേഹം പറഞ്ഞ് ടോൾ ആണെങ്കിൽ അതിന് നമുക്ക് 2 ലെറ്റേഴ്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, കാണിക്കാം. ടോൾ ആണെങ്കിൽ ക്യാപിറ്റൽ എഴുതി വെക്കാം. അതേപോലെ ഡ്വാർഫ് ആണെങ്കിൽ സ്മോൾ ലെറ്റർ ടി. പക്ഷേ കാഴ്ചയിൽ എന്താ, ഹൈറ്റ് കൂടിയതും ഹൈറ്റ് കുറഞ്ഞതും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ 2 കാര്യം പറഞ്ഞില്ലേ, ടോളും ഡ്വാർഫും. അത് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള പ്രത്യേകതയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ്. ഇപ്പോൾ എക്സ്റ്റേണൽ ക്യാരക്ടറിനെ വിളിക്കുന്ന പേര് ഫീനോടൈപ്പ് എന്നാണ്. ഫീനോടൈപ്പ്. അപ്പം ഈ ടോളും ഡ്വാർഫും ഒക്കെ എന്താ ടി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? ഇതിനാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ജീൻസിൻ്റെ അകത്ത് ആ കോഡ് ഇങ്ങനെയായിരിക്കും, ക്യാപിറ്റൽ ടി ഹൈറ്റിനുള്ള കോഡ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവും. അപ്പം പുറമേ നമ്മൾ കാണുന്ന കാഴ്ച ഫീനോടൈപ്പും, ജനറ്റിക്കായിട്ട് അതെങ്ങനെയായിരിക്കും ഉള്ളിലുണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയും. ഫീനോടൈപ്പ് എന്താ, ടോളും ഡ്വാർഫും. ജീനോടൈപ്പ് ടോൾ ആണെങ്കിൽ അതിന് ജീൻസ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ എടുക്കുന്നതാണ്. അതിൽ ക്യാപിറ്റൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളുടെ പഠനത്തിന് വേണ്ടി നമ്മൾ അതിനെ വിചാരിക്കുകയാണ്. ടി എന്ന് പറയുന്ന ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ജീനും അതേപോലെ സ്മോൾ ലെറ്റർ എന്ന് പറയുന്ന ഒരു ജീനാണ് ഇതിന് കാരണം, അല്ലേ? നമ്മുടെ പഠനത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്രോസ് കാണിക്കാൻ നമ്മൾ ഇതിന് നടുവിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഇൻറ്റു സൈൻ ഇട്ട് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ ക്യാപിറ്റൽ ടി ക്രോസ് ചെയ്ത്, അപ്പോൾ ഒരു പുതിയൊരു വെറൈറ്റി ഇവിടെ വന്നത്, ഒരു ക്യാപിറ്റൽ ടി ഒരു സ്മോൾ ടി. ഇവിടെ ഉണ്ടോ അങ്ങനത്തെ ഇല്ല.
പിന്നെ ഇവിടെ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ സ്മോൾ ടി, രണ്ടാമത്തെ വെറൈറ്റി. ഇനി ആര് ബാക്കിയുണ്ട്? അവിടെ ഈ ക്യാപിറ്റൽ ടി, ഇവിടെയുള്ള സ്മോൾ ടി, ഇങ്ങനെ. പിന്നെ ആരാ ബാക്കിയുള്ളത്? ഈ ക്യാപിറ്റൽ ടിയും ഇവിടെയുള്ള രണ്ടാമത്തെ സ്മോൾ ടി. അപ്പോൾ അദ്ദേഹം ക്രോസ് ചെയ്തപ്പം ഇങ്ങനെയായിരിക്കും അതിൻ്റെ അകത്ത് സംഭവിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ഒക്കെ വരുന്നത് അദ്ദേഹം മനസ്സിലാക്കി. പക്ഷേ നമുക്കിങ്ങനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി പുറത്തൊന്നും കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ പുറത്ത് കാണുമ്പോൾ എങ്ങനെയായിരിക്കും? എല്ലാ പ്ലാന്റ്സും ടോളാണ്. ഒറ്റ ഒരു ഡ്വാർഫ് പ്ലാന്റ് അവിടെ ഇല്ല. അപ്പം ഈ ശരിക്കുള്ള പാരൻസിനെ ക്രോസ് ചെയ്തിട്ട് കിട്ടുന്ന ഈ ജനറേഷൻ ഉണ്ടല്ലോ, അതിന് അദ്ദേഹം ഒരു പേര് കൊടുത്തു, ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ അല്ലെങ്കിൽ F1 ജനറേഷൻ എന്ന് പറയുന്നൊരു പേര് അതിന് കൊടുത്തു. ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ അല്ലെങ്കിൽ F1 ജനറേഷൻ. ഓക്കെ, ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ അല്ലെങ്കിൽ F1 ജനറേഷനാണ് ഈ രണ്ടാമത്തെ ഇതിൻ്റെ പേര്. ഫസ്റ്റ് ഫീലിയൽ അല്ലെങ്കിൽ F1 ജനറേഷൻ. F1 ജനറേഷൻ എന്താ? എല്ലാം ടോളാണ്. ഒറ്റൊന്നും പോലെ എന്തില്ല, വാട്ടർ ടിക്കറ്റേ ഇല്ല, എല്ലാം ടോളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൽ ആരോ ഒന്ന് ഈ ഡ്വാർഫിനെ എക്സ്പ്രസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അല്ലേ? എന്തോ ഒരു കാരണം കൊണ്ട് ഡ്വാർഫ് ഇവിടെ എക്സ്പ്രസ് വരുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ F1 കിട്ടിയ 2 പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയാണ് അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അങ്ങനത്തെ 2 ചെടീനെടുത്ത് വീണ്ടും ക്രോസ് ചെയ്ത് നോക്കും. അപ്പോൾ എന്തായിരിക്കും കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. ക്രോസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഈ ക്യാപിറ്റൽ ടി, ഇവിടെയുള്ള ക്യാപിറ്റൽ ഫസ്റ്റ് പ്യുവർ ആയിട്ടുള്ള നമ്മൾ ആദ്യത്തെ ജനറേഷൻ എടുക്കാൻ കിട്ടിയ പ്യുവർ ടോൾ കിട്ടി അല്ലേ? പ്യുവർ ടോൾ. പിന്നെ കിട്ടിയത് എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതെന്താ? ഇത് പ്യുവർ അല്ല. ഇതിന് അദ്ദേഹം ഒരു പേര് കൊടുത്ത് ഹെറ്ററോസൈഗസ് ടോൾ. ഹെറ്ററോസൈഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്യാപിറ്റൽ ടിയും വരുന്നുണ്ട്, സ്മോൾ ലെറ്റർ ടിയും വരുന്നുണ്ട്. പിന്നെ ഹെറ്ററോസൈഗസ് ടോൾ. ഹെറ്ററോസൈഗസ് ടോൾ. ഇതിന് പ്യുവർ ടോളിന് പകരം നമ്മൾ ഒരു പേര് കൂടി പറയും, അതിന് ഹോമോസൈഗസ് ടോൾ. ഹോമോസൈഗസ് ടോൾ എന്ന് പറയും. അതായത് പ്യുവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി എന്താ ബാക്കിയുള്ളത് അവിടെ? ഇനി ഇതാ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ആദ്യം നമ്മൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി അതെന്തെന്നെയാണ്? ഹെറ്ററോസൈഗസ് തന്നെയല്ലേ? പിന്നെ ബാക്കിയുള്ളത് എന്താ? സ്മോൾ ലെറ്റർ ടി ആൻഡ് സ്മോൾ ലെറ്റർ ടി. അപ്പോഴാണ് അവിടെ ഡ്വാർഫ് വന്നത്. ഹോമോസൈഗസ് ഡ്വാർഫ്. ഹോമോസൈഗസ് ഡ്വാർഫ് വന്നവിടെ, പ്യുവർ ഡ്വാർഫ്. അപ്പോൾ അതിൽ അയാൾ അദ്ദേഹം എന്താ ചെയ്ത് ഒരു കൺക്ലൂഷനിൽ അദ്ദേഹം മനസ്സിലാക്കിയ എന്താ വെച്ചാൽ ക്യാപിറ്റൽ ടി അപ്പോഴും ടോൾ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയപ്പോൾ അപ്പോഴും ഫീനോടൈപ്പ് ടോൾ. പക്ഷേ സ്മോൾ ടി വന്നാൽ മാത്രമേ അവിടെ എന്തുള്ളൂ? ഡ്വാർഫ് ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ക്യാപിറ്റൽ ടി ഒന്നാണെങ്കിൽ പോലും അത് സ്മോൾ ലെറ്റർ ടീനെ എക്സ്പ്രസ് ചെയ്യാൻ സമ്മതിക്കില്ല അല്ലേ? ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ക്യാപിറ്റൽ ടി ആണ് ഇവിടുത്തെ ഡോമിനൻ്റ് വെറൈറ്റി. സ്മോൾ ലെറ്റർ ടി ആണെന്ത്? റിസസീവ് വെറൈറ്റി, റിസസീവ് ക്യാരക്ടർ. അടിച്ചമർത്തപ്പെട്ട ക്യാരക്ടറാണ് റിസസീവ് എന്ന് പറയുന്നത്. അപ്പം ഒരു ക്യാപിറ്റൽ ടി വന്നു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ടി അവിടെ വരില്ല. അതിനാറ് കവർ ചെയ്യും? ക്യാപിറ്റൽ ടി കവർ ചെയ്യും, ഡോമിനൻ്റ് വെറൈറ്റി കവർ ചെയ്യും അല്ലേ? അപ്പം നാലാമത്തെ, അതായത് 4 കിട്ടിയതിൽ 3 ടോളും 3 ടോളുമായിരുന്നു, ഒന്നെന്തായിരുന്നു? ഡ്വാർഫായിരുന്നു. അപ്പോൾ ആ 3 ഒരു പ്യുവർ ടോളും ബാക്കി 2 ഹെറ്ററോസൈഗസ് ടോളായിരുന്നുണ്ടായിരുന്നു അല്ലേ? ഹെറ്ററോസൈഗസ് ടോളായിരുന്നു 2. ഒന്ന് മാത്രമാണ് എന്ത്? പ്യുവർ ഡ്വാർഫ് ഉണ്ടായിരുന്നു. ഇതിനാണ് നമ്മൾ ഫിനോട്ടിപ്പിക് റേഷ്യോ, നമ്മൾ കാഴ്ചയിൽ കാണുന്ന റേഷ്യോ. 3 ടോളും 1 ഡ്വാർഫ്. അപ്പോൾ കാഴ്ചയിൽ 3 ടോളും 1 ഡ്വാർഫാണ്. അപ്പോൾ അതിനെ നമ്മൾ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയും. പിന്നെ ഒരു വാക്കും കൂടി ഇതിൻ്റെ കൂടെ പറയാനുണ്ട്. അതെന്താ വെച്ചാൽ
നമ്മളിവിടെ എടുത്ത് ഒറ്റ ക്യാരക്ടർ അല്ലേ എന്താണ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ, ഒറ്റ ഒരു ക്യാരക്ടർ എടുത്ത് അത് മാത്രം നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ, അദ്ദേഹം എക്സ്പീരിയൻസ് നടത്താൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഹൈബ്രിഡൈസേഷൻ പറയുന്ന പ്രോസസ്സാണ് ഈ ക്രോസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ക്രോസിങ് നമ്മൾ വിളിക്കുന്ന പേര് മോണോ ഹൈബ്രിഡ് എന്നാണ്. അത് ഒറ്റ ഒരു ക്യാരക്ടർ മാത്രമേ നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളൂ. അതുകൊണ്ട് ഇതിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. ഇവിടെ കിട്ടിയ ഈ റേഷ്യോ ഉണ്ടല്ലോ 3:1, അതിനെ മോണോ ഹൈബ്രിഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയും. ഫിനോടൈപ്പ് പറഞ്ഞാൽ ഉയരം അതനുസരിച്ച് ബേസ് ചെയ്ത് മാത്രമാണ്. ഇനി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു പ്യുവർ ടോൺ, 2 ഹെട്രോസൈഗസ് ടോൺ, ഒരു പ്യുവർ ഡോൺ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര പ്യുവർ ഉണ്ട് എത്ര മിക്സ്ഡ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലായി. ഈ ജീൻസിനനുസരിച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ. മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് നല്ലോണം പഠിക്കേണ്ടത്. മോണോട്ടിപ്പിക്, അതേപോലെ മോണോട്ടിപ്പിക് ആയിട്ട് അല്ല മോണോ ഹൈബ്രിഡ് ജീനോട്ടിപ്പിക് എന്താണ്, മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് എന്താ റേഷ്യോ. ഇപ്പോൾ എക്സ്പീരിമെൻ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ നമുക്ക് സ്ലൈഡ് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഞാൻ കാണിച്ച ഹൈബ്രിഡാണ് ഇവിടെ. പാരലൽ പ്ലാന്റ്സ് അദ്ദേഹം ചെയ്ത ക്രോസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. F2 ജനറേഷൻ അതെന്താ, രണ്ടാമത്തെ അദ്ദേഹം ചെയ്ത ക്രോസ് അല്ലേ, അതെന്താ പറയുന്നത് F2 ജനറേഷൻ. ഓക്കെ, ഇതിനെക്കാട്ടി എത്ര കോംപ്ലിക്കേറ്റഡ് ഉള്ളതാണ്, സിമ്പിളായിട്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ടോൾ ആൻഡ് വാം. അപ്പം അതിന് സീഡിനകത്തുള്ള എന്തോ ഒരു ഫാക്ടർ നിന്ന് മറ്റിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഫാക്ടേഴ്സാണ് നമ്മൾ പിന്നീട് എന്താ അറിയപ്പെടുന്നത്, ജീൻസ് കൊണ്ട് അറിയപ്പെടുന്നത്. ഓക്കെ, മൈൻഡിൽ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എന്ന് പറയും. സിംഗിൾ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് എടുത്തത്, അതായത് ഹൈറ്റ് മാത്രം. കോൺട്രാസ്റ്റ് പറഞ്ഞാൽ വ്യത്യാസം, ഹൈറ്റിൻ്റെ 2 ഡിഫറെൻറ്റ് ടൈപ്പാണ് എന്ത്, അത് ഒന്ന് ടോളും വാക്കും. അതുകൊണ്ട് ഒരേ ഒരു ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്ത ക്രോസിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 3:1 എന്താണ്, മോണോ ഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ്, ഫീനോടൈപ്പാണ്. ഓക്കെ, ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. പ്രകടനത്തിൽ പറഞ്ഞ ആ ക്യാരക്ടേഴ്സ് മാറാൻ കാരണം എന്താണ്, ജീൻസാണ്. നമ്മുടെ ക്രോമോസോമിൽ കാണുന്ന ജീൻസാണ് ഇതിന് കാരണം എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കി. പിന്നെ എ ജീൻ ദാറ്റ് ഡിറ്റർമിൻസ് എ ക്യാരക്ടർ ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ഫോംസ്. നമ്മളിപ്പോൾ കണ്ടില്ലേ, ക്യാപിറ്റൽ ടി ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണെങ്കിൽ സ്മോൾ ലെറ്റർ ടി ഡ്വാർഫിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. അപ്പം ഓരോ ക്യാരക്ടറിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജീൻസ് ആണ് എന്ന് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഒരേ ജീനിൻ്റെ 2 ഫോംസാണ്. അങ്ങനെയുള്ള നമ്മൾ എന്താ പറയുന്നത്, എല്ലീൽസ് എന്ന് പറയുന്നത് അല്ലേ. ജീൻസിൻ്റെ 2 ടൈപ്പിന്, ക്യാപിറ്റൽ ഒരു ടൈപ്പ്, സ്മോൾ ലെറ്റർ ഒരു ടൈപ്പ്. അപ്പം അങ്ങനെയുള്ള ടൈപ്സിനെ വിളിക്കുന്ന പേരാണെന്ത്, എല്ലീൽസ്. അപ്പോൾ ഈ ജീൻ യൂഷ്വലി ഹാസ് 2 എല്ലീൽസ്. നമ്മളിപ്പോൾ കണ്ട് ക്യാപിറ്റലും സ്മോളും. ഇതൊരു എല്ലീലാണ്, ക്യാപിറ്റൽ ടി ഒരു എല്ലീൽ, സ്മോൾ ലെറ്റർ ടി രണ്ടാമത്തെ എല്ലീൽ അല്ലേ. 2 എല്ലീൽസ് ഉണ്ടാവുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു, നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന പ്രത്യേകതകൾ നമ്മൾ എന്ത് വിളിക്കും, ഫീനോടൈപ്പ് എന്ന് വിളിക്കും. ഒരു ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത ജനറ്റിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും, ജനറ്റിക് മേക്കപ്പ് ഉണ്ടാവും. അതേപോലെ ലെറ്റേഴ്സ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ജീനോടൈപ്പ് ഈ ക്രോസാണ് നമ്മളിപ്പോൾ ചെയ്ത് നോക്കിയത് അല്ലേ. ഈ ക്രോസാണ് നമ്മൾ ചെയ്ത് നോക്കിയത്. ഇത് ചെയ്തപ്പം F2 നമുക്ക് എന്തൊക്കെ കിട്ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. പിന്നെ കിട്ടിയത് എന്താ, ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി, പിന്നെ സ്മോൾ ലെറ്റർ ടി. അപ്പോൾ ഇതിൻ്റെ ടോളാണെന്ന് മനസ്സിലായി.
ഇതും എന്ത് തന്നെയായിരുന്നു, ഇതും ടോൾ തന്നെയാണ്, പക്ഷെ പ്യുവർ അല്ല എന്ന് മാത്രം. ഇവിടെ നമുക്ക് കിട്ടിയത് ടോൾ തന്നെ അല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവിടെ കിട്ടിയത് ടോൾ തന്നെയാണ്. പക്ഷെ അതെങ്ങനത്തെ ടോളാ? ഹെറ്ററോസൈഗസ് ടോൾ, പ്യുവർ അല്ല. ഈ ഒരെണ്ണം മാത്രമായിരുന്നു എന്ത്, ഡ്വാർഫ്. ഇത് ഓൾറെഡി നമ്മൾ നോക്കിക്കഴിഞ്ഞു എങ്ങനെയാണ് അതൊക്കെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാണിച്ച മെത്തേഡോ ഈ മെത്തേഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യാം. ഓക്കെ, ഇതിനാണ് നമ്മൾ ഗ്രെഗർ മെൻഡൽ കണ്ടുപിടിച്ചതിൻ്റെ പോസ്റ്റുലേറ്റ്സ് പറയും. അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻസ് എന്തൊക്കെയായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി ഒരു ട്രേഡിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ്, 2 ഫാക്ടേഴ്സ്. അങ്ങനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നൊക്കെ പറയുന്ന ഒന്ന് ഫാദറിന് കിട്ടുന്നതും ഒന്ന് മദറിന് കിട്ടുന്ന ക്യാരക്ടേഴ്സ്. അപ്പോൾ ഒരു ട്രേറ്റ്, ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ട്രേറ്റ് ആണ്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് 2 ഫാക്ടേഴ്സാണ്. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ നമ്മൾ സബ്ജക്റ്റ് ചെയ്യുമ്പം ഒരു ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നു, മറ്റേ ക്യാരക്ടർ അവിടെ എക്സ്പ്രസ് ചെയ്യാതെ കിടക്കുന്നു. അപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ക്യാരക്ടർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോമിനൻറ്റ് ട്രേറ്റ്. ഡോമിനൻ്റ് പറഞ്ഞാൽ ആധിപത്യം സ്ഥാപിക്കുക. അതേപോലെ എക്സ്പ്രസ് ചെയ്യാതെ അവിടെ അടങ്ങി കിടക്കുന്ന ആളാണ് റിസസീവ് ട്രേറ്റ്. നമ്മൾ കണ്ടില്ലേ, F1 ജനറേഷനിൽ ടോൾ മാത്രമേ കണ്ടുള്ളൂ, ഡ്വാർഫ് തീരെ ഇല്ലായിരുന്നു. അവിടെ ടോളായിരുന്നു ഡോമിനൻറ്റ്, ഡ്വാർഫായിരുന്നു റിസസീവ്. ഓക്കെ, പക്ഷേ ആ റിസസീവ് പിന്നെ അപ്പിയർ ചെയ്യുന്നപ്പോഴാണ് സെക്കൻഡ് ജനറേഷൻ വന്നപ്പം ഡ്വാർഫ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ റേഷ്യോ അവിടെ മനസ്സിലാക്കി വെക്കുക. ഇതിനെ മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയും. മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ എത്രയാണ്? ഒരു ടോൾ. ഇതും ടോൾ തന്നെയാണ്, പക്ഷേ ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുന്ന ടോളാണ്, അത് 2 എണ്ണം. വെറും സ്മോൾ ടി വരുന്ന 1 എണ്ണം. പിന്നെ 1:2:1 എന്താണ്? മോണോഹൈബ്രിഡ് ജീനോട്ടിപ്പിക് റേഷ്യോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.